ഇന്ത്യൻ വാഹന വിപണി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ രസകരമായി എനിക്ക് തോന്നിയത് വാഹന വിപണി ഇന്ത്യക്കനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികൾ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ട് വാഹനങ്ങളെ വാഹന വിപണിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളതും അത്തരത്തിലുള്ള ഒരു മോഡലാണ്. ഫോക്സ്വാഗൺ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ടൈഗുൺ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ കോമ്പാക്റ്റ് SUV. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ കോമ്പാക്റ്റ് SUVയുടെ വിശേഷങ്ങളും ഒരു ക്വിക്ക് വാക്ക് അറൗണ്ടുമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഫോക്സ്വാഗൺ ടൈഗുണിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്ത ദിവസമാണെന്ന്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡലുകൾ 1.5 ലിറ്റർ അതുപോലെ തന്നെ GT അതുപോലെ തന്നെ നോർമൽ TSI ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 1 ലിറ്റർ TSI എഞ്ചിനോട് കൂടിയിട്ടുള്ള ടൈഗുണാണ്. GT അല്ല, GTയും GT പ്ലസും ഒക്കെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം. ഫോക്സ്വാഗണും അതുപോലെ തന്നെ സ്കോഡയൊക്കെ ഇന്ത്യയിൽ അവരുടെ സാന്നിധ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് അവരുടെ വിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കുശാക്കിനെയും ടൈഗുണിനെയും വാഹന വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും MQB എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ MQB A0iN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് കുശാക്കിനെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈഗുണിനെയും വാഹന വിപണിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു TSI എഞ്ചിനോട് കൂടിയിട്ടുള്ള വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് നമുക്കൊരു 1.5 ലിറ്റർ GT പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് GT പ്ലസിൻ്റെ വീഡിയോ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാം. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂഫ് റെയിൽ ഡമ്മി അല്ല എന്നുള്ളതാണ്. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഈ ഒരു സൈക്കിളും അതുപോലെ തന്നെ ഈ ഒരു ലഗേജ് കാരിയറും ഒക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. 50 കിലോഗ്രാം വരെ ഇതിനകത്ത് വെയിറ്റ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് ഫോക്സ്വാഗൺ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുശാക്കിലൊക്കെ ചെയ്ത പോലെ ഇത് പിടിച്ച് കുലുക്കിയിട്ട് വാഹനം ഒന്നാകെ കുലുങ്ങിക്കഴിഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അതൊരു നല്ല പോയിന്റാണ്. പ്രത്യേകിച്ച് ഇത് ഈ ഒരു സംഭവം പല വാഹനത്തിനകത്തും ആക്സസറീസ് ആയിട്ട് വരുന്ന കാലത്ത് സ്കോഡ കുശാക്കും അതുപോലെ തന്നെ ഫോക്സ്വാഗൺ ടൈഗണും ഒരു റിയൽ എലമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് GT പ്ലസ് പറയാം. എന്നിട്ട് നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ ടൈഗുണിൻ്റെ കൂടെയാണ്. വൈറ്റ് കളർ എന്ന് മാത്രമല്ല GT പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു GT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഈ GT ബാഡ്ജിങ് എല്ലാത്തിനകത്തുണ്ടായിരിക്കും, അതായത് GT മോഡലിൻ്റെ അകത്തുണ്ടായിരിക്കും. അപ്പോൾ പ്ലസ് ആണോ നോർമൽ GT ആണോ എന്ന് തിരിച്ചറിയുന്നത് രണ്ട് എലമെൻറ്റ് വളരെ പെട്ടെന്ന് പറയാം. ഒന്ന് ഈ ഒരു ഭാഗല്ലേ, ഈ ഒരു ക്രോം ഫിനിഷിംഗ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സെൻട്രൽ ലൈനിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ സൈഡിലാണ്. അത് ഞാൻ സൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ടിഗ്വാൻ, അപ്പം ഈ ഒരു ടൈഗുൺ എന്ന് പേര് കേൾക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു മോഡലാണ് ടിഗ്വാൻ എന്ന് പറയുന്ന ഫോക്സ്വാഗണിൻ്റെ തന്നെ മോഡൽ. അതിനോട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് എലമെൻറ്റുകൾ കാണാം. ഒന്ന് ഈ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനുകൾ, അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്രണ്ട് ഫേസ്, അതും ഈ ഒരു ഗ്രില്ലൊക്കെ ഫോക്സ്വാഗണിൻ്റെ ലോഗോ ഒക്കെ ടൈഗുണിനോട് ഒരു ചെറിയ സാദൃശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതോടൊപ്പം തന്നെ ഈ താഴ്ഭാഗത്തേക്ക് ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അത് ആ രണ്ട് ഫോഗ് ലാമ്പുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അത് ബാക്കിലത്തെ ടൈൽ ലാമ്പിനോട് എനിക്കൊരു സാദൃശ്യം തോന്നിയിട്ടോ ഈ ഒരു ഭാഗം. അത് ഞാൻ ബാക്കിലേക്ക് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഹണികോം ഗ്രില്ലോട് കൂടിയിട്ടുള്ള എയർ ഡാം യൂണിറ്റും താഴെ ഈ ഒരു ലിപ്പ് ഭാഗവും കാണാൻ കഴിയും. ഇത്രയാണ് ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ളത്. രസകരമായിട്ടുണ്ട്. ഒരു കോമ്പാക്റ്റ് SUV എന്ന് പറയുമ്പോൾ ഇവരുടെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു SUV-നെട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈലും മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻസും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം ടച്ചിങ്, അതുപോലെ ഇവിടെ ഒരു GT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതൊക്കെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ട് തോന്നി. കുശാക്കിനോടും ഒരു സാദൃശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ചില എലമെൻറ്റുകൾ വളരെ പെട്ടെന്ന് കുശാക്കിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വ്യൂ മിറർ ഇൻഡിക്കേറ്ററോട് കൂടി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 17 ഇഞ്ച് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. GT പ്ലസിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് GTയിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് എലമെൻ്റ് ഇല്ല. അതുപോലെ തന്നെ ഒരു 16 ഇഞ്ച് അലോയ് വീലിൻ്റെ ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഈ ഒരു ഡിസൈൻ അല്ലാതെ ഒരു നോർമൽ ഡിസൈൻ്റെ ഓപ്ഷനും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള വണ്ടിയിൽ അത് കറക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അത് സിൽവറിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രസമായിട്ട് തോന്നി. കാരണം തൊട്ടപ്പുറത്തൊരു സിൽവർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തോന്നിയതാണ്. അപ്പം ഈ ഒരു ലൈൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ഒരു ഫോക്സ്വാഗണിൻ്റെ ആ ഒരു ക്വാളിറ്റീനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗം, ഇത് ശരിക്കും പറഞ്ഞാൽ GT പ്ലസിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ളൂ. GTയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് എലമെൻറ്റ് പോലെയാണ്. അതായത് ഈ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. റൂഫ് റെയിൽ ഞാൻ പറഞ്ഞു ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ്, വെറുതെ ഫേക്കായിട്ട് കൊടുത്തതല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂവലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് പെട്രോളിനകത്ത് മാത്രമാണ് വരുന്നത്. അത് ഞാൻ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. ഇനി ടെയിൽ ഗേറ്റ്
ടെയിൽ ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടെയിൽ ലൈറ്റിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയാണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ടോ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഇത് ശരിക്കും വർക്കിംഗ് ആണ്. ഇതിങ്ങനെ ബാക്കിലേക്കും ഇങ്ങനെ ഇവിടം വരെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ട്, അതായത് രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതായത് റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ അതിങ്ങനെ എടുത്ത് കാണിക്കും, ഒരു യുണീക്നെസ് കൊടുക്കും എന്നുള്ളതാണ്. അതൊരു നല്ല ടച്ചായിട്ട് എനിക്ക് തോന്നി. ഇവിടെ നമുക്ക് റിയർ സ്പോയിലർ കാണാം. അതുപോലെ തന്നെ അതിനകത്താണ് നമ്മുടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കാണാം. ഷാർഫിൻ ആൻറ്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ടൈഗൂൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം റിവേഴ്സ് ക്യാമറ യൂണിറ്റ് GT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ക്രോം ആവരണം കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബമ്പർ ഭാഗമാണ്. അതിനകത്ത് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റ് നമുക്ക് പുറത്തേക്ക് കാണുന്ന തരത്തിലല്ല, എക്സോസ്റ്റിന് അടിയിലാണ് ഇവിടെ, അവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസർ ഇല്ലെങ്കിലും ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 പാർക്കിംഗ് സെൻസറുകൾ നമുക്ക് ബാക്കിൽ കാണാൻ കഴിയും. പിന്നെ നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം നല്ല രസമായിട്ട് തോന്നിയിട്ടോ. ഉയരമില്ലാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ എൻ്റെ അത്ര നീളമില്ലാത്ത ഒരാൾക്കും ബൂട്ട് സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, താഴ്ത്താം. അതിനുള്ളൊരു സൗകര്യമാണ്. അതൊരു നല്ല ടച്ചാണല്ലേ, കൊള്ളാം. അത് നമ്മൾ മറ്റു വാഹനങ്ങളിലും കണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം റൂഫ് ഭാഗം ഒരു ബ്ലാക്ക് എലമെൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സൺറൂഫും വരുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ നമുക്കൊരു സൺറൂഫും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ശരിക്കും ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് 10,49,000 രൂപ മുതൽ 17,49,000 രൂപ വരെയാണ്. ഇന്നാണ് ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്ത ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒന്നുകൂടി പറയാം, 10,49,000 രൂപ മുതൽ 17,49,000 വരെ. 3 ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട്. ഒരു DSG ഗിയർ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട്. 2 എഞ്ചിൻ വകഭേദമാണുള്ളത്. ഒരു 1 ലിറ്റർ TSIയും അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ TSI എഞ്ചിനും. TSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര പയനിയർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് നോക്കാം. ശരിക്കും ഇതൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. ഇപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം ഇല്ല. അത് നമ്മൾ ഉടനെ തന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡുവൽ ടോൺ എലമെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരു സിൽവർ കളറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഇത് ലെതറാണ്. ഇത് പ്ലാസ്റ്റിക് ഭാഗമാണ് വരുന്നത്. ഇതും പ്ലാസ്റ്റിക് ഭാഗമാണ്. വലിയ സ്റ്റോറേജ് സ്പേസ് ആട്ടോ ഡോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇൻറ്റീരിയർ ഭാഗം വരുന്നത്. ഡ്രൈവിംഗ് സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ലെതർ സീറ്റല്ല, ഫാബ്രിക് അപ്പോൾസ്ട്രിയിലാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ ഡുവൽ ടോണൊക്കെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ ഇരിക്കാൻ. മാനുവലിയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉണ്ടോ, കൊള്ളാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് തുടങ്ങാം. ഡി ഷേപ്ഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു സിൽവർ ആവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്കാണ്. ഇതാണ് ഹോൺ വരുന്നത്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഹോണല്ലേ. അതുപോലെ തന്നെ അതിനകത്ത് വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ കൺട്രോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ക്രൂയിസ് കൺട്രോൾ ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാഡിൽ ഷിഫ്റ്റേഴ്സിനെ ക്രമീകരിച്ചിട്ടുണ്ട്. വൈപ്പറിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെയും ഒക്കെ കൺട്രോൾ ഈ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇനി ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ വാഹനത്തിനകത്തുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ബാക്കിൽ കാണുന്ന ഒരു ഫീൽ കണ്ടില്ല. അതായത് 2 ടെയിൽ ലാമ്പും അതുപോലെ തന്നെ നടുവിലൊരു Volkswagen ലോഗോയും നല്ല രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തൊരു ഗാന ആപ്ലിക്കേഷൻ ഉണ്ടോ, നമുക്ക് സബ്സ്ക്രിപ്ഷനോട് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വയർലെസ്സിൽ കണക്ട് ചെയ്യാം. ഇൻ്റർനെറ്റ് ആണ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ആപ്പ് കണക്റ്റ് ഉണ്ട് Volkswagen, അതും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ്. ട്രാക്ഷൻ കൺട്രോളിൽ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രസകരമായിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ, അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയില്ല. ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബറിൻ്റെ എലമെൻറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനെ മൊത്തം ഈ ഒരു പ്ലേസ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉണ്ടോ ആംബിയൻ ലൈറ്റ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് കാറിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളവിടെ കാണുന്ന റെഡ് കളർ അതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗവും ശരിക്ക്
റെഡ് എലമെൻ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിൽവറിൻ്റെ ഭാഗം അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ നൽകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ്റെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങളിൽ കാണുന്ന എല്ലാ ബിൽഡ് ക്വാളിറ്റിയും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഇത് ശരിക്കും 90% ഇന്ത്യയിൽ മെയ്ഡാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച് ഇൻ്റർനാഷണലിലേക്ക് പോകുന്ന ഒരു വാഹനമാണ് ശരിക്കും ടൈഗൂൺ. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു ജർമ്മൻ എഞ്ചിനീയേഴ്സിൻ്റെ എല്ലാ കരവിരുതും ഇതിനകത്തുണ്ട്. ജർമ്മനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുണ്ടാവുക, കാരണം ഇതൊരു ജർമ്മൻ ബ്രാൻഡ് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം. സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സിനെ ക്രമീകരിച്ചിട്ടുണ്ട്. വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓട്ടോ ഹോൾഡ് ഓപ്ഷനും അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിൻ്റെ, പിന്നെ ഇവിടെ കുറച്ച് ഡമ്മി ബട്ടൺസിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് AC വെൻറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു കൺട്രോൾ ശരിക്കും നമ്മൾ സ്കോഡ കുശാക്കിൽ കണ്ടിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളും അറിയാനുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു DSG ഗിയർ ബോക്സിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല രസമുണ്ടല്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കീ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പോക്കറ്റ്, അതുപോലെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംബ്രസ്റ്റിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ നമുക്കൊരു ചെറിയ സൺറൂഫും ഇതിനകത്തുണ്ട്. ഒരു നോർമൽ സൺറൂഫ്, പാനോറമിക് അല്ല. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ലാമ്പ് യൂണിറ്റ്, അതുപോലെ ഇവിടെ ഷെയ്ഡിനകത്ത് മിററോ ലാമ്പോ കൊടുത്തിട്ടില്ല. അത് ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്രൈവ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാൻ നമ്മൾ ഉടനെ തന്നെ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയണം. കാരണം TSI എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡ്രൈവ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി നമുക്ക് ബാക്കിലേക്ക് വന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാക്കിലത്തെ റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ഓൾ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആയിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു 5 കൊല്ലിൻ്റെ ഗ്യാപ്പ് ഷുവറായിട്ട് നമുക്കിവിടെ അഷ്യൂർ ചെയ്യാവുന്നതാണ്. സീറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത തരത്തിലാണ്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്കോഡ കുശാക്കിനകത്ത് നമ്മളിവിടെ ഒരു മൊബൈൽ പോക്കറ്റ് കണ്ടിരുന്നു, ഒരു സിംപ്ലി ക്ലവർ സാധനം. അത് ഇതിനകത്ത് മിസ്സായിട്ട് എനിക്ക് തോന്നി. കൊള്ളാം, നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ് റൂമും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല. ഒരു 4 വിരലിൻ്റെ ഗ്യാപ്പ് ശരിക്കും എനിക്കിവിടെ ഉണ്ട്. 4 5ാമത്തെ വിരൽ കൊള്ളുന്നില്ല. 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. 3ഉം അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ആംബ്രസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാമ്പ് യൂണിറ്റ് കാണാം. ബാക്കിലത്തെ ആളുകൾക്ക് റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് മിസ്സിംഗ് ആയി തോന്നിയ 2 കാര്യങ്ങൾ എനിക്ക്, അതായത് പെട്ടെന്നൊരു ഫോക്സ്വാഗൺ വാഹനം ആയതുകൊണ്ട് മിസ്സിംഗ് ആയി തോന്നിയത്, ഒന്ന് നമ്മൾ കീയിൽ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ 4 വിൻഡോയും ഡൗൺ ആവുകയും സൺറൂഫ് ഓപ്പൺ ആവുകയും ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോഗോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവണ മെത്തേഡ് ഉണ്ടല്ലോ, അതും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് അറിയില്ല, ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. അത് രണ്ടും ഒരു ഫോക്സ്വാഗൻ്റെ DNA-യിൽ നിന്ന് പെട്ടെന്ന് മിസ്സായ പോലെ എനിക്ക് തോന്നി. ഇനി നമ്മൾ എഞ്ചിൻ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എഞ്ചിൻ ക്യാബിൻ വരുന്നത്. ടോപ്പ് സ്പെക്ക് ആയിട്ടുള്ള 1.5 ലിറ്റർ DSG ഗിയർ ബോക്സോടുകൂടി വന്നിട്ടുള്ള GT+ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ പീസ് ആയതുകൊണ്ട് കേട്ടോ, താഴെ നിന്ന് എക്സ്ട്രാ പവർ കൊടുത്തേക്കുന്നതാണ്. എഞ്ചിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഞ്ചിനകത്ത് ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻസലേഷനും ഇതിനകത്ത് മിസ്സായിട്ട് തോന്നി. അത്രയാണ് ഇതിനകത്ത് എനിക്ക് മിസ്സായി തോന്നിയ ഒരു കാര്യം എന്ന് പറയാനുള്ളത്. പിന്നെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ സ്ക്രീനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മൈലേജ് കമ്പനി അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 km/ലിറ്റർ എന്തായാലും കിട്ടുമെന്നുള്ള രൂപത്തിലാണ് കമ്പനി ഈ ഒരു മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 10,49,000 തുടങ്ങിയിട്ട് 17,49,000 രൂപ വരെയാണ്. അതിനകത്ത് ഒരുപാട് വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എഞ്ചിൻ വകഭേദങ്ങളെക്കുറിച്ചും വേരിയൻറ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്നുള്ളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഹസിൽ മോഡ് ഓൺ എന്ന് പറയുന്ന വലിയൊരു തീമിലാണ് ഫോക്സ്വാഗൺ ടൈഗുൺ എന്ന് പറയുന്ന മോഡലിനെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ചത്. ശരിക്കും ഇന്ത്യൻ വാഹന വിപണിയല്ല, ഇന്നിവിടെ നടന്ന ലോഞ്ച് എന്ന് പറഞ്ഞാൽ വേൾഡ് ലോഞ്ചാണ്. അതായത് ലോകത്തേക്ക് മുഴുവനും ഇന്ത്യയിൽ നിന്ന് ടൈഗുണിനെ കയറ്റി അയക്കും എന്നാണ് ഫോക്സ്വാഗൺ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നത്. ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വാഹന വിപണിയെ ഇന്ത്യ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ആ ഒരു കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ആസ് യൂഷ്വൽ ഇന്നും നമ്മുടെ ക്യാമറയ്ക്ക് പിറകിൽ ലേറാശി തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലേറാശി. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രൈവ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.